എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ എത്രത്തോളം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും, നമ്മളെ വിശ്വസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഉറപ്പുണ്ടാവണം. എന്താ വെച്ചാൽ ആൾ നമ്മളെ എന്താ പറയുക, അതുപോലെയുള്ള സ്നേഹം തിരിച്ചുണ്ടെങ്കിൽ മാത്രം നമ്മളെല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും പറയാൻ പാടുള്ളൂ. അതേമാതിരി നമുക്ക് ഏതൊരു ആപത്ത് ഘട്ടങ്ങളിലും ഏതൊരു സന്ദർഭങ്ങളിലും നമ്മൾ സഹായിച്ച ആൾക്കാർ നമുക്ക് ഒരു വിഷമങ്ങൾ വരുമ്പോൾ അത് അവർ നമുക്ക് തിരിച്ചു തരുന്നു വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യല്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ആൾക്കാരൊന്നും ചെയ്യാണ്ടാവും. പിന്നെ ഒരാൾ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു സ്നേഹിച്ചു അവർ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ ആരാണോ എന്താണോ എന്ന് വെച്ചെങ്കിൽ ഓരോരുത്തരുടെ കാര്യം മൊത്തത്തിൽ പറയണുണ്ട് ഞാൻ. അവർക്ക് വേറെ ആളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവും. അത് തനിയെ വരും. അതൊക്കെ ദൈവനിശ്ചയമാണ് എല്ലാം. ഇതിപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞുകൊണ്ടോ ഒരാൾ അങ്ങനെ തിരിച്ച് ചെയ്തുകൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ച് എന്താ പറയുക, കൂടപ്പിറപ്പിൻ്റെ മാതിരിയൊക്കെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എന്നാലും ആ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടും. നമുക്കിപ്പോൾ അതാണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് മക്കളാണ്, ഹസ്ബൻഡായാലും നമ്മൾ അങ്ങോട്ട് ഇരട്ടി സ്നേഹം കൊടുത്താലാണ് അവരിങ്ങോട്ട് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എല്ലാവരെയും. പക്ഷെ നമുക്ക് നമ്മൾ അങ്ങോട്ട് ഉപകാരങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും അവർ നല്ല നമുക്ക് തിരിച്ചു തരും. അത് ഭഗവാന്റെ രൂപത്തിൽ തന്നെ വേറെ ആൾക്കാരായിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ദ്രോഹിക്കണവരെ പിന്നെ നമ്മൾ കണ്ട് സൂക്ഷിച്ച് പെരുമാറുക, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരൊറ്റപ്പെട്ട നിലയിലാവും. നമ്മളത്രയും സ്നേഹിച്ചവരൊന്നും നമ്മളെ കൂടെ നിൽക്കില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഹസ്ബൻഡും ഭർത്താവിൻ്റെ കാര്യമല്ല പറയണത്. മൊത്തത്തിൽ മറ്റുള്ളവരെ നമ്മൾ എത്ര സ്നേഹിച്ചാലും നമുക്ക് നമ്മുടേതായ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് ആരായാലും ഒരാൾക്ക് സ്നേഹങ്ങൾ കൊടുക്കാതെ, സുഹൃത്ത് സ്നേഹമായാലും എന്ത് സ്നേഹമായാലും നമുക്ക് അത്രയും ഉറപ്പുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്നേഹിക്കുക. എന്താ പറയുക, കൂടപ്പുറപ്പ് മാതിരി ഇരുന്ന് നമ്മളെ ആത്മാർത്ഥമായി എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം ചെയ്തു വെച്ചെങ്കിൽ അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടണതല്ല. അവർ തന്നെ നമുക്ക് അത് പാരയാവും. നമുക്ക് ഒരാളും നമ്മളതിനെ പറയാനോ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനോ ആരും ഉണ്ടാവില്ല. പക്ഷെ അവരെ മാതിരി നമുക്ക് പറയാനും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ജീവിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും എന്താ പറയുക, ഒരു ഇതിലും അധികം നമ്മൾ ചെയ്യണത്, ഒരാൾക്ക് ചെയ്യണത് അത് ചെയ്യാൻ അതുപോലെ ആത്മാർത്ഥ കൂടിയിട്ട് അതുപോലെ ചെയ്യുക. പക്ഷെ ഒരു സമയം കിട്ടുമ്പോൾ അവർ നമുക്ക് തിരിച്ച് ചെയ്യുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് അത് ഒരിക്കലും ഉണ്ടാവണതല്ല കാര്യങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ട് ആര് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരന് വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും അത് ചെയ്യുക. ഈശ്വരൻ നമുക്കൊരു തുണയുണ്ടാവും എന്നുള്ളൊരു ഒറ്റ വിചാരത്തിൽ ചെയ്യുക. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ആരായാലും ശത്രുക്കളെ വരെ സ്നേഹിച്ച് ഇരിക്കാമെന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചവരെ നമ്മളെ ചതിക്കുമ്പോൾ പിന്നെ നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടില്ല ഒരിക്കലും. അത് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചതിക്കുഴിയിൽ നിന്ന് കയറാൻ പറ്റില്ല. അങ്ങനെ ഓരോരോ ജീവിതങ്ങൾ വരണത് നമ്മൾ ഒരു ഇതിൽ ഇങ്ങനെ പറയണു മാത്രം. ഇതൊക്കെ ഓരോരുത്തർക്ക് അനുഭവങ്ങളുണ്ടോ ഒന്നും നമുക്കറിയില്ല. ഞാനങ്ങനെ പറയുന്നു മാത്രം. അമിതമായി ആരെയും അധികം സ്നേഹിക്കാൻ പാടില്ല. നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മൾ നിലനിൽക്കുന്ന വെള്ളത്തിൽ നിൽക്കുന്നവർ മാത്രമേ നമ്മൾ സ്നേഹിക്കുള്ളൂ. പിന്നെ തിരിച്ച് എങ്ങനെയൊക്കെ ഓരോരുത്തരും നമ്മളോട് എങ്ങനെയാണ് പെരുമാറ്റം വെച്ചെങ്കിൽ അതുപോലെ സ്നേഹിക്കുക, അങ്ങനെ തിരിച്ച് ചെയ്യുക, അത്രയ്ക്ക് വേണ്ട. നമ്മൾ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് അങ്ങനെ ആയിട്ട് അവർ ഒരു സമയം വരുമ്പോൾ അവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയുള്ളൂ, ഇങ്ങനെയായിരുന്നോ ആൾ, അങ്ങനെയായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ ഒരാളും അങ്ങനെ ഒരു ഇതിലും അങ്ങനെ ഉണ്ടാവണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയണത്. അത് ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഓരോ എന്താ പറയുക, മൊബൈലായി. പണ്ടൊന്നും മൊബൈലൊന്നുമില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ സ്നേഹം എന്നും ഒക്കെ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ കൊണ്ടു നടക്കും. പണ്ടത്തെ ഈ സ്കൂൾ പഠിപ്പുള്ളവരൊക്കെ പണ്ട് 10ാം ക്ലാസ് വരെയൊക്കെ ഓരോരുത്തർ പഠിക്കും, അങ്ങനെയുള്ളൂ. പിന്നെ അത്രയധികം പഠിക്കണവർ ബുദ്ധിയും സാമർത്ഥ്യമൊക്കെ ഉള്ളവർ തന്നെ പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തുള്ളൂ. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഏത് വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ വീട്ടുകാരായാലും അതിനുള്ള സജ്ജീകരണങ്ങളും ഓരോന്നിനും പഠിക്കാനായിട്ട് ലോണും ഇതും ഒക്കെ കൊടുക്കണം. ഉള്ള സൗകര്യങ്ങളും എല്ലാം ഈ ഇപ്പോൾ നടപ്പിലുണ്ട്. അപ്പോൾ പഠിക്കണവർക്ക് പഠിക്കാം. ഡോക്ടർ ഭാഗം എന്ത് വേണമെങ്കിലും നമുക്ക് അതുമാതിരി ഓരോ പഠിപ്പ് എന്നിട്ട് എല്ലാവരും നമുക്ക് പഠിക്കേണ്ട കാര്യത്തിനൊക്കെയുള്ള
ഓരോ യുകെക്ക് പോകാനും അതും ഇത് പോകാനും എല്ലായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും സാമ്പത്തികങ്ങളും ഒക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പഠിക്കണം. പക്ഷേ അന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം 10ാം ക്ലാസ്സിലെ കുട്ടികളായാലും ഇന്നും അവർ നമ്മളെ കാണുമ്പോഴായാലും അല്ലെങ്കിൽ അവരെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളേതായ ഒരാൾക്കാരെ കാണുമ്പോഴായാലും പഠിപ്പ് കഴിഞ്ഞവരെ കാണുമ്പോഴായാലും ഒരു സുഹൃത്ത് ബന്ധം നമ്മളെപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ സ്നേഹം എന്താണെന്ന് അറിയില്ല. എന്താ ചെയ്യുന്നത് അവരുടെ മൊബൈലും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓരോരുത്തർക്കും സ്നേഹത്തിന് ഉള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആൾക്കാർ യൂട്യൂബും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് നടക്കണവരും പിന്നെ മൊബൈലിൽ പഠിക്കേണ്ട കാര്യങ്ങളും അതും ഇതൊക്കെയുള്ള കാരണം അങ്ങനെയുള്ള ഇതാണ്. മൊബൈലിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഉള്ള കഴിഞ്ഞാൽ ആരെയും പ്രത്യേകിച്ച് സ്നേഹിക്കാൻ പാടില്ല ശരിക്കും. അവർ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുന്നു. സ്നേഹം വേണം, എല്ലാവരുടെ അടുത്തും വേണം. ഒരു മിണ്ടാപ്രാണികളുടെ അടുത്തും നമുക്ക് സ്നേഹിക്കാം. അവർ ഒരു ഉള്ളപ്പെടുത്ത തിരിച്ച് നമുക്ക് സ്നേഹം കാണിക്കും. നായ്ക്കളായാലും ഏത് മൃഗങ്ങളായാലും ഇങ്ങോട്ട് വിളിച്ചാൽ വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നമ്മൾക്ക് തിരിച്ച് പാര കിട്ടാണ്ട് നോക്കുക വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവർ നമ്മൾക്ക് എന്നും ഒരേമാതിരി ഒരേ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവർ കാണുക. നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കണ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുക. അതെങ്ങനെയായാലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കിട്ടിയെങ്കിൽ നമ്മൾ വിജയിച്ച് പോരും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പറയാനുള്ളൊരു തൻ്റെ ഇടം വേണം. അതുണ്ടെങ്കിലും നമ്മൾ ജീവിച്ചു പോകും. പക്ഷെ അതില്ലാത്തവരുടെ ജീവിതം എന്താ പറയുക, കട്ടപ്പുക എന്ന് പറയില്ലേ, എവിടെ നിന്നും തോറ്റു പിന്മാറി പോരേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് പറയണത് നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ഓക്കെ, താങ്ക് യു.